ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു റെയിൻബോ മിറർ. ഇന്ന് ഞാൻ വന്നേക്കുന്നത് ഒരു പ്രൊഡക്റ്റ് റിവ്യൂ ആയിട്ടാണ്. അതായത് മെബിലിൻ ന്യൂയോർക്കിന്റെ സൂപ്പർ സ്റ്റേ വിനീലിംഗ് റേഞ്ചിൽ വരുന്ന ലിമിറ്റഡ് എഡിഷനിലുള്ള സോസി കളക്ഷനിലെ സ്വീറ്റ് ആൻഡ് സോർ എന്ന് പറഞ്ഞ ലിപ്സ്റ്റിക് ഷെയ്ഡിന്റെ റിവ്യൂ ആയിട്ടാണ് കേട്ടോ വന്നേക്കുന്നത്. ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് 60 ഹവേഴ്സ് ലോങ് ലാസ്റ്റിംഗ് ആണ്. പിന്നെ 4.2 ഗ്രാം ആണ് കേട്ടോ ഉള്ളത്. ഇതിന്റെ ഒറിജിനൽ പ്രൈസ് വന്ന് 849 രൂപയാണ്. ഞാനിത് നൈക്കയെന്നാണ് കേട്ടോ വാങ്ങിയത്. 20% ഓഫറിൽ 679 രൂപ അത്രയും മറ്റാണ് ഞാൻ വാങ്ങിയത് കേട്ടോ. ഇതാണ് ആ ലിപ്സ്റ്റിക്ക്. ഷെയ്ഡ് വന്ന് 190 സ്വീറ്റ് ആൻഡ് സോർ. ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് വീഗൻ ആണ്, ലിക്വിഡ് ഫോർമുലയാണ്, പിന്നെ സ്മഡ് പ്രൂഫ് ആണ്, വാട്ടർ പ്രൂഫും ആണ്. പിന്നെ ഇതൊരു ഗ്ലോസി ഫിനിഷ് ആണ് കേട്ടോ. ഇട്ട് കഴിഞ്ഞ് കുറെ കഴിയുമ്പോൾ ഇത് മാറ്റിലേക്ക് മാറും. കുറെ നേരത്തേക്ക് ഇത് ഗ്ലോസി ഫിനിഷിൽ നിൽക്കും കേട്ടോ. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇത് മാറ്റിലേക്ക് മാറും. പിന്നെ ഇവർ പറയുന്ന പോലെ തന്നെ ഇത് നല്ല രീതിയിൽ ലോങ് ലാസ്റ്റിംഗ് ഉണ്ട്. ഞാനൊരു 12 ഹവേഴ്സ് ഇട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട് കേട്ടോ. അത്രയും നേരമൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത്രയും നേരം തന്നെ എൻ്റെ ചുണ്ടിൽ തന്നെ ഇരിപ്പുണ്ടായിരുന്നു. നമ്മൾ എന്തൊക്കെ ഫുഡ് കഴിച്ചാലും വെള്ളം കുടിച്ചാലും ഓയിലി ഫുഡൊക്കെ കഴിച്ചാലും അത് അവിടെ തന്നെ സ്റ്റേ ചെയ്യും കേട്ടോ. നമ്മൾ അത് കഴിഞ്ഞ് വന്ന് എല്ലാം നല്ല രീതിയിൽ വൈപ്പ് ചെയ്ത് കളയുമ്പോൾ മാത്രമേ ഇത് ചുണ്ടിൽ നിന്ന് പോവുള്ളൂ. അത്രമാത്രം ഇത് ലോങ് ലാസ്റ്റിംഗ് ആണ്. ഗ്ലോസി ഫിനിഷ് കുറെ കഴിയുമ്പോൾ പോകും. എന്നിട്ട് മാറ്റിലേക്ക് മാറിയിട്ട് ചുണ്ടിൽ നല്ല രീതിയിൽ സ്റ്റേ ചെയ്യും. ഇതിൻ്റെ ആപ്ലിക്കേറ്റർ ഇങ്ങനെയാണ് ഉണ്ടാവുക. ഫെയർ സ്കിൻ ടോണിലേക്ക് വരുമ്പോൾ ഈ ഷെയ്ഡ് ഇങ്ങനെ ഉണ്ടാവും. ഡസ്കി ടു ഡീപ്പർ സ്കിൻ ടോണിലേക്ക് പോകുമ്പോഴത്തേക്കും ഈ ഷെയ്ഡ് ഇങ്ങനെയാണ് കേട്ടോ ഉണ്ടാവുക. ഇതിൻ്റെ ബോട്ടിലെ ഷെയ്ഡ് കണ്ട് ആരും ഇത് വാങ്ങാൻ നിൽക്കണ്ട. കാരണം ബോട്ടിലെ ഷെയ്ഡുമായിട്ട് നമ്മുടെ കൈ കിട്ടി കഴിയുമ്പോൾ ചുണ്ടിലൊക്കെ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നല്ല രീതിയിൽ ഡിഫറൻസ് ഉണ്ട് കേട്ടോ. ഇത് പിന്നെയും ബോട്ടിലെ ഷെയ്ഡുമായിട്ട് ഒരുവിധം മാച്ചായി പോകുന്നുണ്ട്. ബാക്കിയുള്ള ഷെയ്ഡൊന്നും ഒട്ടും മാച്ചല്ല കേട്ടോ. പിന്നെ ഇതൊരു ബ്രൗണിഷ് ഷെയ്ഡാണ്. ഇത് ഞാൻ ചുണ്ടയിൽ അപ്ലൈ ചെയ്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് മനസ്സിലാവും. ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് ഒരു ലിപ്സ്റ്റിക്ക് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഇത് സേവ് ചെയ്തോളൂ. നല്ല ലിപ്സ്റ്റിക് ആട്ടോ. എത്ര നേരം വേണേലും നമ്മൾ ഓയിലി ഫുഡ് കഴിച്ചാലൊന്നും നമ്മുടെ ചുണ്ടിൽ നിന്ന് പോകില്ല, അതവിടെ തന്നെ സ്റ്റേ ചെയ്യും. അപ്പോൾ അങ്ങനെ ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ലിപ്സ്റ്റിക് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ധൈര്യമായിട്ട് വാങ്ങിച്ചോളൂ. ഇതിലെ ഇൻഗ്രീഡിയൻസ് വന്ന് വിറ്റാമിൻ ഇയും ആലും ഒക്കെയാണ്. പിന്നെ സോസി കളക്ഷനിൽ ഇവർ പുതുതായിട്ട് ലോഞ്ച് ചെയ്ത 6 ലിപ്സ്റ്റിക്കാണ്. അതിലൊരു ഷെയ്ഡാണ് കേട്ടോ ഇത്. നിങ്ങൾക്കിത് വാങ്ങണമെന്നുണ്ടെങ്കിൽ ഓഫറുള്ള ടൈം വാങ്ങിയാൽ മതി കേട്ടോ. അല്ലെങ്കിൽ ഇച്ചിരി പ്രൈസി ആയിരിക്കും. നൈക്കയിൽ പിങ്ക് സെയിലും പർപ്പിളിലും പിന്നെ എല്ലാ സൈറ്റുകളിലും ഇത് അവൈലബിൾ ആട്ടോ. അപ്പം മിക്ക സൈറ്റുകളിലും ഓഫറൊക്കെ വരുന്ന ടൈം ഉണ്ടല്ലോ. അപ്പോൾ ആ സമയം ഇത് കാർട്ടിലിട്ട് വെക്കുക. അത് കഴിഞ്ഞ് ആ സമയം വാങ്ങണമെന്നുണ്ടെങ്കിൽ വാങ്ങിയാൽ മതി കേട്ടോ. അല്ലെങ്കിൽ ഇച്ചിരി നല്ല രീതിയിൽ പ്രൈസി ആട്ടോ ഇത്. ലിപ്സ്റ്റിക്ക് ഞാനൊന്ന് ചുണ്ടിൽ അപ്ലൈ ചെയ്ത് കാണിക്കാം. ഇപ്പം ഞാൻ എൻ്റെ മേക്കപ്പ് ഒന്നും ചെയ്യാത്ത ഫേസ് ആണ് കേട്ടോ, ബെയർ ഫേസ് ആണ്. അപ്പോൾ അതിലേക്കാണ് ഞാൻ അപ്ലൈ ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഷെയ്ഡ് നല്ല രീതിയിൽ മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. ലിപ്സ്റ്റിക്ക് ഇടുന്നതിന് മുന്നേ ആദ്യം ഈ ലിപ്സ്റ്റിക്ക് ഒന്ന് നല്ല രീതിയിലൊന്ന് ഷേക്ക് ചെയ്യണം കേട്ടോ. ആദ്യം ഞാനൊന്ന് ലൈറ്റായിട്ട് അപ്ലൈ ചെയ്ത് കാണിക്കാവേ. എന്നിട്ട് ഞാനൊന്ന് ഫിംഗർ വെച്ചൊന്ന് സ്പ്രെഡ് ചെയ്ത് കാണിക്കാം. അപ്പോൾ ലൈറ്റായിട്ട് ഇത് വരുവോളെ. ഇപ്പം ഞാൻ ലൈറ്റായിട്ടാണ് കേട്ടോ അപ്ലൈ ചെയ്തേക്കുന്നത്. അപ്പം തന്നെ നമ്മുടെ പിഗ്മെന്റേഷനൊക്കെ നല്ല രീതിയിൽ കവർ ചെയ്യുന്നുണ്ട്. എൻ്റെ ചുണ്ടെന്ന് വെച്ചാൽ നല്ല രീതിയിൽ പിഗ്മെന്റഡ് ചുണ്ടാ. മേൽചുണ്ട് നല്ല രീതിയിൽ പിഗ്മെന്റഡ് ആയിട്ടോ. എന്നിട്ടും നല്ല രീതിയിൽ പിഗ്മെന്റേഷനൊക്കെ ഒറ്റ സ്വൈപ്പിൽ തന്നെ അത് കവർ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി ഇത് മായ്ച്ച് കളഞ്ഞിട്ട് ഞാൻ നല്ല രീതിയിൽ ഒന്നുകൂടെ ഡാർക്ക് ആയിട്ടിട്ട് കാണിക്കാവേ. ഇപ്പം ഞാൻ ചുണ്ടിൽ നിന്ന് വൈപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നല്ല രീതിയിൽ ഒന്നിട്ട് കാണിക്കാവേ. ഇത് കണ്ടോ, ഫസ്റ്റ് സ്വൈപ്പിൽ തന്നെ നമ്മുടെ പിഗ്മെന്റേഷൻ നല്ല രീതിയിൽ കവർ ചെയ്യുന്നുണ്ട് കേട്ടോ. നല്ല രീതിയിൽ ഇടുമ്പോഴത്തേക്ക് ഇങ്ങനെയാണ് ഉണ്ടാവുക കേട്ടോ. ഇപ്പൊ ഇട്ട ഉടനെ ഇതൊരു ഗ്ലോസി ഫിനിഷ് അല്ലേ, നല്ലൊരു ഗ്ലോസി ഫിനിഷ് ഫീൽ ചെയ്യുന്നുണ്ട്. കുറേ നേരം കഴിയുമ്പോഴത്തേക്കും ഇത് മാറ്റിലേക്ക് പോകും. ആ കുറേ നേരം നമ്മുടെ ചുണ്ടിൽ ഗ്ലോസി ഫിനിഷ് ഉണ്ടാവും കേട്ടോ. അധികം പിഗ്മെന്റേഷൻ വേണ്ടാന്നുള്ളവർക്ക് ലൈറ്റ് ആയിട്ട് ഇട്ട് കൊടുക്കുക. എന്നാലും നമ്മുടെ പിഗ്മെന്റേഷൻ നല്ല രീതിയിൽ കവർ ചെയ്ത് കിട്ടുന്നുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഇട്ട ഉടനെയാണ്. ഇനി നമുക്ക് ഇതിന്റെ ട്രാൻസ്ഫർ ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇത് കണ്ടോ, ഇങ്ങനെ ചെറുതായിട്ട് നമ്മുടെ ചുണ്ടിൽ നിന്ന് ഇട്ട ഉടനെ ഇങ്ങനെ പോകും. ഇത് കണ്ടോ, ഇങ്ങനൊരു സ്റ്റിക്നെസ്സും ഉണ്ടാവും കേട്ടോ, ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്ന പോലെ.
ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്ന ഇഷ്യൂ ഏകദേശം 1 മണിക്കൂറോളം നമ്മളെ ചുണ്ടിലുണ്ടാവും കേട്ടോ. പിന്നെ ഈ പറഞ്ഞ പോലെ പല്ലിലും ഒക്കെ പറ്റിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട്. നമ്മൾ ടച്ച് ചെയ്യുന്നിടത്തൊക്കെ ചെറുതായിട്ട് അധിക രീതി വന്നില്ലെങ്കിലും ചെറുതായിട്ടൊക്കെ ഇങ്ങനെ ടച്ച് ചെയ്യുമ്പോൾ ചെറുതായിട്ട് വരാൻ ചാൻസ് ഉണ്ട്. ഇതിപ്പോൾ ലിപ്സ്റ്റിക്കിന് വെയർ ടെസ്റ്റ് ചെയ്താണ് കേട്ടോ. ഞാൻ രാവിലെ 7 മണിക്ക് ഇട്ടതാണ്. എന്നിട്ട് രാവിലത്തെ ഫുഡും കഴിച്ചു. ഉച്ചയ്ക്ക് നല്ല ഓയിലി ഫുഡായിട്ടോ കഴിച്ചത്. ഇതിൽ നിന്ന് മാറ്റമായിട്ടുണ്ട്. കുറേ കഴിയുമ്പോൾ ഞാൻ പറഞ്ഞില്ല ഇത് മാറ്റിലേക്ക് മാറും. അതിനിപ്പോൾ മാറ്റമായിട്ടായിരിക്കുന്നത്. ഗ്ലോസി ഫിനിഷ് അങ്ങ് പോയി. എന്നിട്ട് ചുണ്ടിൽ ഇപ്പോഴും നമുക്കതിൻ്റെ സ്റ്റെയിൻസും കാര്യങ്ങളെല്ലാം ഉണ്ട്. കുറച്ചൊന്ന് മാറ്റമായപ്പോഴത്തേക്കും ആ ഗ്ലോസി ഫിനിഷ് അങ്ങ് പോയിട്ടുണ്ട്. പിന്നെ ഫുഡ് കഴിച്ചപ്പം ഇത് ഈ ഭാഗത്തുനിന്നും ഇടയിൽ എത്രത്തോളം വിസിബിളാണെന്ന് എനിക്കറിയത്തില്ല. ഇത് ഈ ഭാഗത്തുനിന്നും പിന്നെ ഇത് ഈ ഉൾഭാഗത്തുനിന്ന് ഇത് ഇടുന്ന കഴിച്ചപ്പം ഫുഡ് കഴിച്ചപ്പോൾ ഇത് ഉള്ളിൽ നിന്ന് കുറച്ചങ്ങ് പോയിട്ടുണ്ട്. എന്നാലും ലിപ്സ്റ്റിക്ക് ഇത് നല്ല രീതിയിൽ സ്റ്റേ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഒരു 5-6 മണിക്കൂറായിട്ടുണ്ട്. രാവിലെ 7 മണിക്ക് ഇട്ടതാണ്, ഇപ്പോൾ 2 മണിയായി. ഞാൻ സാധാരണ മമാർത്തിൻ്റെ ലിപ്സ്റ്റിക്കാണ് ഡെയിലി ബേസിൽ യൂസ് ചെയ്യുന്നത്. ഫങ്ഷനൊക്കെ ഉള്ളപ്പോൾ മാത്രമേ ഇത് ഉപയോഗിക്കത്തുള്ളൂ. അപ്പോൾ നിങ്ങളെ ഇട്ടൊന്ന് വെയർ ചെയ്ത് കാണിച്ചതാണ്. വെയർ ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ കേട്ടോ. ഫുഡൊക്കെ കഴിക്കുമ്പോൾ മാത്രം ഉള്ളിൽ നിന്ന് ശകലം പോയെന്നാലും നമ്മൾ ഇട്ട രീതിയിൽ തന്നെ ഏകദേശം നല്ല രീതിയിൽ തന്നെ ഒരു 70% നമ്മുടെ ചുണ്ടിൽ തന്നെ ഇത് ഉണ്ടാവും. ഇങ്ങനെ തന്നെ 10 മണിക്കൂർ 11 മണിക്കൂർ എടുത്ത് ഇട്ടുകൊണ്ട് പോയിട്ട് വീട്ടിൽ വന്ന് വൈപ്പ് ചെയ്തപ്പം വൈപ്പ് ചെയ്യാനായിട്ട് നല്ല രീതിയിൽ ബുദ്ധിമുട്ടുണ്ടായി. 2 പ്രാവശ്യം 3 പ്രാവശ്യം നല്ല രീതിയിൽ വൈപ്പ് ചെയ്തതിന് ശേഷം ഫുൾ സ്റ്റെയിനും പോയത് കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ വെയർ ടെസ്റ്റ് ചെയ്തത്. അപ്പോൾ നിങ്ങളെ കാണിക്കാവുന്നവർക്ക് വെയർ ടെസ്റ്റ് ചെയ്തതാണ്. ഓക്കെ. എന്നിരുന്നാലും ഇത് നമ്മുടെ ചുണ്ടിൽ നിന്ന് പോകില്ല കേട്ടോ. നല്ല രീതിയിൽ ലോങ് ലാസ്റ്റിംഗ് ആയിട്ടിരിക്കും. ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ലിപ്സ്റ്റിക് ആഗ്രഹിക്കുന്നവർക്ക് ഇത് നല്ലൊരു ഓപ്ഷനാണ്. ഞാനിത് വെയർ ചെയ്തിട്ട് 12 മണിക്കൂർ വെയർ ചെയ്ത് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഏതെല്ലാം ഓയിലി ഫുഡ് കഴിച്ചാലും ഇത് നമ്മുടെ ചുണ്ടിൽ നിന്ന് അനങ്ങുകയില്ല. വെള്ളം കുടിച്ചാലോ ഇതൊരു ഓയിലി ഫുഡ് കഴിച്ചാലോ ഒന്നും നമ്മുടെ ചുണ്ടിൽ നിന്ന് അനങ്ങുകയില്ല. പിന്നെ നമ്മൾ അത് വൈപ്പ് ചെയ്ത് കളഞ്ഞാൽ ഇത് നമ്മുടെ ചുണ്ടിൽ നിന്ന് പോകുള്ളൂ. അത്രമാത്രം ഇത് ലോങ് ലാസ്റ്റിംഗ് ആണ് കേട്ടോ. പിന്നെ ഇട്ട് കുറേ നേരത്തേക്ക് ഗ്ലോസ് ഫിനിഷ് ഉണ്ടാവുള്ളൂ. കുറേ കഴിയുമ്പോൾ ഇത് മാറ്റിലേക്ക് അങ്ങ് മാറും. അതുകൊണ്ട് മാറ്റി ലിപ്സ്റ്റിക് ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഇത് വാങ്ങാം കേട്ടോ. ഇത് ലിമിറ്റഡ് എഡിഷനിലുള്ള കളക്ഷൻ ആയതുകൊണ്ട് തന്നെ കുറെ കഴിയുമ്പോഴത്തേക്ക് ഇത് നിർത്തിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആരെങ്കിലും ഇത് വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ വാങ്ങിച്ചോളൂ. പിന്നെ വിനൈലിങ്ക് റേഞ്ചിൽ ഡസ്കി ടു ഡീപ്പർ സ്കിൻ ടോണിന് ഷെയ്ഡ് കുറവായിരുന്നു. ഇതിന് മുന്നേ ഞാൻ വിനൈലിങ്കിൻ്റെ ഇറസിസ്റ്റബിൾ ലിപ്പിനെ കുറിച്ച് റിവ്യൂ ചെയ്തിട്ടുണ്ട്. വേണമെന്നുള്ളവർ ചെക്ക് ചെയ്ത് നോക്കിയോളൂ. ഞാൻ ഐക്കാർട്ടിൽ കൊടുത്തേക്കാം. അപ്പോൾ അത് തന്നെ ഡസ്കി സ്കിൻ ടോൺ വരെ പോവുള്ളൂ. അതും നമ്മളൊരു ലിപ് ലൈനർ ഒക്കെ യൂസ് ചെയ്തതിന് ശേഷം മാത്രമേ വാഷ് ഔട്ട് ആവാതെ അത് നിൽക്കുന്നുള്ളൂ. പക്ഷേ ഈ ലിപ്സ്റ്റിക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് ഡസ്കി ടു ഡീപ്പർ സ്കിൻ ടോൺ വരെ നല്ല രീതിയിൽ പോകുന്നുണ്ട്. അപ്പോൾ ആരെങ്കിലും ഡസ്കി ടു ഡീപ്പർ സ്കിൻ ടോൺ ആയിട്ടുള്ളവർക്ക് ഈ വിനൈലിങ്ക് റേഞ്ചിൽ വാങ്ങണമെന്നുണ്ടെങ്കിൽ ഈ ലിപ്സ്റ്റിക്ക് നല്ലതാണ് കേട്ടോ. സീറ്റിൻ സോറ 190 എന്നുള്ള ഷെയ്ഡ് അങ്ങനെയുള്ളവർക്ക് സ്യൂട്ട് ആവുന്നുണ്ട്. പിന്നെ ഈ ലിപ്സ്റ്റിക്കിനെ കുറിച്ച് പറയുന്ന വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ലൈറ്റ് വെയിറ്റ് ഒക്കെയാണ്. പക്ഷെ എന്നാലും ഇട്ടെന്നൊരു ഫീല് നമുക്കുണ്ട് കേട്ടോ. കുറേ നേരത്തേക്ക് നമ്മുടെ ചുണ്ടിൽ ഇട്ടെന്നൊരു ഫീലുണ്ട്. കുറേ കഴിഞ്ഞ് ആ ഫീലങ്ങ് നമ്മൾ പോകുമ്പോൾ മറന്നു പോകുന്നതാണെന്ന് അറിയത്തില്ല. കുറേ കഴിയുമ്പോഴത്തേക്കും ആ ഫീലില്ല. പക്ഷെ ഇട്ട് കുറേ നേരത്തേക്ക് നമ്മുടെ ചുണ്ടിൽ എന്തോ ഉണ്ടെന്നുള്ള ഒരു ഫീല് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. നല്ല രീതിയിൽ സൂപ്പർ സ്റ്റേ ആയതുകൊണ്ട് തന്നെ എനിക്കിത് വെയർ ചെയ്യാൻ ഇഷ്ടം സ്പെഷ്യൽ ഒക്കേഷനും ഫംഗ്ഷനൊക്കെയാണ് കേട്ടോ. അപ്പം സ്പെഷ്യൽ ഒക്കേഷനും ഫംഗ്ഷനൊക്കെ ഇത് നല്ലൊരു ഓപ്ഷനാണ്. കാരണം നമ്മൾ ഇട്ടിട്ട് പോയിട്ട് ഓയിലി ഫുഡൊക്കെ അങ്ങനെയൊക്കെ പോകുമ്പോൾ നമ്മൾ ഓയിലി ഫുഡും എല്ലാത്തരം ഫുഡ്സൊക്കെ കഴിക്കും. അപ്പം നമ്മുടെ ചുണ്ടിൽ നിന്ന് പോവില്ല. നമ്മളിപ്പോൾ റീഅപ്ലൈ ചെയ്യാനൊക്കെ നമുക്ക് ബുദ്ധിമുട്ടായിട്ട് എനിക്ക് അങ്ങനെ തോന്നാറുണ്ട്. ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ റീഅപ്ലൈ ചെയ്യാൻ നല്ല രീതിയിൽ ബുദ്ധിമുട്ടാണല്ലോ. അപ്പം അങ്ങനെയുള്ളപ്പം ഈ ലിപ്സ്റ്റിക്ക് നല്ല രീതിയിൽ സ്യൂട്ടബിൾ ആണ് കേട്ടോ. അപ്പം നമുക്ക് ഇട്ടുകൊണ്ട് പോയിട്ട് പിന്നെ റീഅപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. നല്ല രീതിയിൽ ലോങ് ലാസ്റ്റിംഗ് ആണ്. അപ്പം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്നവരാണ് ഇത് വാങ്ങിച്ചോളൂ. നല്ലൊരു ഓപ്ഷനാണ്. സൂപ്പർ സ്റ്റേ ആയതുകൊണ്ട് തന്നെ ഡെയിലി വെയറിന് യൂസ് ചെയ്യുന്നതിലും ഫംഗ്ഷൻ വെയർ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് നല്ലത്. സ്പെഷ്യൽ ഒക്കേഷനൊക്കെ യൂസ് ചെയ്യാനാണ് നല്ലത്. കാരണം ഇത് സൂപ്പർ സ്റ്റേ ആയതുകൊണ്ട് തന്നെ ലിക്വിഡ് ലിപ്സ്റ്റിക്കും ആണല്ലോ. അപ്പം ഡെയിലി ബേസിൽ നമ്മൾ യൂസ് ചെയ്താൽ ചുണ്ടിൽ പിഗ്മെന്റേഷൻ വരാൻ ചാൻസ് ഉണ്ട്. ഞാൻ അങ്ങനെ കേട്ടിട്ടുണ്ട്. ലിക്വിഡ് ലിപ്സ്റ്റിക്ക് ലോങ് സ്റ്റേ ആയിട്ടുള്ളത് നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിച്ചാൽ നമ്മുടെ ചുണ്ടിൽ പിഗ്മെന്റേഷൻ വരാൻ ചാൻസ് ഉണ്ടെന്ന്. അതുകൊണ്ട് ഇത് ഡെയിലി ബേസിൽ യൂസ് ചെയ്യുന്നതിലും ഫംഗ്ഷൻ വെയർ ആയിട്ട് യൂസ് ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കേട്ടോ. ഇതിന് മുന്നേ ഞാൻ വിനൈലിങ്കും ലിപ്പിയാണ് ഇവരെ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അതും ഇങ്ങനെ തന്നെയാണ്. അതിൻ്റെ സെയിം ടെക്സ്ചറും പെർഫോമൻസ് ഒക്കെ തന്നെയാണ് ഈ ലിപ്സ്റ്റിക്കിന് ഉള്ളത്. ഇത്രയും നേരം ഞാൻ പറഞ്ഞതെല്ലാം ഇതിൻ്റെ പോസിറ്റീവ്സ് ആണ്. ഇനി ഇതിൻ്റെ നെഗറ്റീവ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ വന്നിട്ട് നമ്മുടെ ചുണ്ടിൽ ഇട്ടിട്ടുണ്ടെന്നൊരു ഫീൽ ഉണ്ട്. സെക്കൻഡ് വൺ വന്ന് ഒരു സ്റ്റിക്നെസ് ഫീൽ ചെയ്യുന്നുണ്ട്.
ഇങ്ങനെയൊക്കെ എടുക്കുമ്പോൾ കുറേ നേരത്തേക്ക് നമ്മുടെ ചുണ്ടിലൊന്ന് ഒട്ടിപ്പിടിക്കുന്ന പോലെ ചുണ്ട് തമ്മി ഇങ്ങനെയൊക്കെ ആക്കുമ്പോഴത്തേക്കും ഇങ്ങനെ വെക്കുമ്പോഴത്തേക്കും ചുണ്ടിലൊന്ന് ഒട്ടിപ്പിടിക്കുന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. മൂന്നാമത്തെ നെഗറ്റീവ് എന്ന് പറയുന്നത് ഇട്ട് കുറേ നേരത്തേക്ക് നമ്മുടെ പല്ലിലെല്ലാം ഒട്ടിപ്പിടിക്കുന്നുണ്ട്. ഞാൻ എപ്പോൾ ഇട്ടാലും എൻ്റെ പല്ലിൽ ഇത് ഒട്ടിപ്പിടിക്കുന്നുണ്ട് കേട്ടോ. കുറേ നേരത്തേക്ക് അത് ഇങ്ങനെ ചുണ്ട് അടച്ചു തുറക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും പല്ലിലേക്ക് പറ്റിപ്പിടിക്കുന്നുണ്ട്. ഇത് ഇപ്പോഴും പറ്റിപ്പിടിച്ചിട്ടുണ്ട്. പിന്നെ ഈ ലിപ്സ്റ്റിക്കിന്റെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ഇച്ചിരി പ്രൈസിയാണ്. സാധാരണക്കാർക്ക് അഫോർഡ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം 849 രൂപയാണ്. ഏറ്റവും കുറഞ്ഞത് 600 സംതിങ് അത്ര രൂപയ്ക്കാണ് നമുക്ക് ഇത് കിട്ടുക കേട്ടോ. പിന്നെ കുറേ ചിലപ്പോൾ ഇനി കുറച്ചും കൂടെ മുന്നോട്ട് പോകുമ്പോൾ ഇത് ഓഫറിൽ കിട്ടുമായിരിക്കും കേട്ടോ. എനിക്ക് പിന്നെ ഇറസിസ്റ്റബിൾ ഒക്കെ 400 ആ സംതിങ്ങിൽ നൈക്കിയിൽ പിങ്ക് സെയിലോ സമ്മർ സെയിലോ അങ്ങനെ മറ്റോ വന്നപ്പോൾ ഞാൻ വാങ്ങിയതാണ്. പക്ഷേ ഇത് ഞാൻ 600 വാങ്ങിച്ചത്. ഇപ്പോൾ പുതിയ ന്യൂ കളക്ഷൻ ആയതുകൊണ്ട് ഇച്ചിരി പ്രൈസ് ആയിട്ട് തന്നെയാണ് കിടക്കുന്നത്. കൂടിപ്പോയി 600 ആ റേറ്റിലൊക്കെ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ സാധാരണക്കാർക്ക് അഫോർഡ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ആ ഒരു ഇതുണ്ട് കേട്ടോ. പിന്നെ ഈ ഇത്രയും പ്രൈസ് ആണെങ്കിലും ആ പ്രൈസിന് ഇത് വർത്താണ് കേട്ടോ. കാരണം നല്ല രീതിയിൽ ലോങ് ലാസ്റ്റിംഗ് ആണ്. അപ്പോൾ ഒരെണ്ണം നമ്മൾ വാങ്ങിച്ചു വെച്ചാൽ മതി. അപ്പം നമുക്ക് നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട് കേട്ടോ. കാരണം കുറേ നാളത്തേക്ക് ഇത് 3 ഇയർ വാറണ്ടി ഉള്ളതുകൊണ്ട് തന്നെ 3 വർഷം നമുക്ക് നല്ല രീതിയിൽ ഉപയോഗിക്കാം. ഇതൊക്കെയാണ് ഈ പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള റിവ്യൂ. ഇതിന്റെ പോസിറ്റീവ്സ് നെഗറ്റീവ്സ് എല്ലാം ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും എൻ്റെ വീഡിയോ യൂസ്ഫുൾ ആവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ഷെയറും കമൻറ്റും ചെയ്യുക. നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടാതെ ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യും ഓൾ എന്ന ഓപ്ഷൻ ടച്ച് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ബൈ.